അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയുമായി ബന്ധപ്പെട്ട് പല ആളുകളും വിളിച്ചു, പല ആളുകളും വാട്സപ്പിലൂടെ മെസ്സേജുകൾ അയക്കുന്നുണ്ട്. എല്ലാവരുടെയും ആവശ്യം വീഡിയോ ഡിലീറ്റ് ചെയ്യലാണ്. ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ പല ഭീഷണികളും അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ ഇതുപോലെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ധാരാളം ആളുകൾ അന്ന് എനിക്ക് വിളിച്ചിരുന്നു, ഒരുപാട് ആളുകൾ. അവസാനം ഞാൻ ഫോണ് പറഞ്ഞ ആളുകളോട് തന്നെ അതിനെ വീണ്ടും അഥവാ നമ്മൾ ചെയ്ത വീഡിയോയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആ വീഡിയോക്കകത്തുള്ള പ്രശ്നം എന്താണ് എന്ന് നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അതിന് മറുപടി ഒന്നുമില്ല. അവരുടെ ആവശ്യം നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നത് മാത്രമാണ്. അപ്പം നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ തയ്യാറാണ്. നമ്മൾ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് അവരോട് വെറുപ്പോ വാശിയോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ അവരോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി ഇല്ല, അവർ പറയുന്നത് നമ്മൾ കേൾക്കണം, ഒരു കാര്യമില്ല നമ്മൾ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ഞാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പം മുമ്പ് ഏകദേശം 1.5 വർഷം മുമ്പ് ഇതുപോലെ ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ ഒരു വീഡിയോ ചെയ്തു. ധാരാളം ആളുകൾ എനിക്ക് വിളിച്ചു. പലരും പിന്നെ ഫോൺ എടുക്കാൻ ഈ പറഞ്ഞ തന്നെ വീണ്ടും പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് മടുക്കുമല്ലോ. അങ്ങനായിട്ട് ഞാൻ പിന്നെ ഫോൺ എടുക്കാതായി. പിന്നെ പലരും വാട്സപ്പിലൂടെ വന്നു. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നതാണ്. അത് ഞാൻ എൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ആ ചികിത്സ ചെയ്ത് നോക്കിയവർക്ക് അതിൻ്റെ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്കത് നോക്കിയാൽ മതി. ഇന്ന് ലോകത്ത് ധാരാളം ചികിത്സാ രീതികളുണ്ട്. ഏതൊരു ചികിത്സാ രീതി എടുത്തു നോക്കി കഴിഞ്ഞാലും അതിന് പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. നമ്മുടെ കേരളത്തിൽ തന്നെ ധാരാളം ചികിത്സയുടെ പേരിൽ അല്ലെങ്കിൽ ചികിത്സ നടക്കുന്നതിനിടക്ക് അല്ലെങ്കിൽ ഓപ്പറേഷൻ നടക്കുന്നതിനിടക്കൊക്കെ ധാരാളം ആളുകൾക്ക് പല നിലക്കുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. മരണം വരെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഏതൊരു ചികിത്സാ രീതി എടുത്തു നോക്കി കഴിഞ്ഞാലും പല നിലക്കുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പം ഞാൻ ആ പറഞ്ഞ ചികിത്സാ രീതിക്കും ഇത് പരീക്ഷിച്ച് നോക്കിയിട്ടൊന്നുമില്ല. അവർ വെറുതെ വിളിക്കുക, ഡിലീറ്റ് ചെയ്യണം എന്ന് പറയുക. അപ്പം അവരോട് ഞാൻ ചോദിച്ച ചോദ്യമാണ്. അപ്പം അന്നും ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നിങ്ങൾ പറയുന്നത് വീഡിയോ ഡിലീറ്റ് ചെയ്യാനാണ്, അത് പറ്റില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നാണ് ആവശ്യം. ഇല്ല, നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അവർ പറയുന്നൊരു ഭീഷണിയാണ്, നിങ്ങളുടെ ചാനൽ റിപ്പോർട്ട് ചെയ്യും ഞങ്ങൾ എന്ന് പറയുന്നു. ഞങ്ങളെന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ വലിയൊരു ഭീഷണിയാണ്, നിങ്ങളുടെ ചാനലിനെതിരെ നിങ്ങൾ ആ ചെയ്ത വീഡിയോക്കെതിരെ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം, ഒരു വീഡിയോ ഒരുപാട് ആളുകൾ ആ വീഡിയോക്കെതിരെ യൂട്യൂബിന് റിപ്പോർട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? ഞാൻ ഈ വിഷയം അന്ന് ഏകദേശം 1.5 വർഷം മുമ്പ് ഇങ്ങനെ ഒരുപാട് ആളുകൾ എനിക്ക് വിളിക്കുകയാണ്, നിങ്ങൾ ഡിലീറ്റ് ആക്കിയിട്ടില്ല എങ്കിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോ കുഴപ്പമൊന്നുമില്ല, ചാനൽ ഡിലീറ്റ് ആക്കുകയാണെങ്കിൽ ആകട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരാളൊന്നും ആവില്ല, ഞങ്ങൾ ഒരുപാട് ആളുകളുണ്ട്, ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്ത് ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചാനലിനെ ബാധിക്കും, ചാനൽ ഡിലീറ്റ് ആയി പോകുന്നു. എന്നാൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല, ചാനൽ ഡിലീറ്റ് ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ചാനൽ ഡിലീറ്റ് ആയി അത് പോയിട്ട് എൻ്റെ വീഡിയോ ഇപ്പോൾ അവിടെ തന്നെ കിടക്കുന്നുണ്ട്, യാതൊരു പ്രശ്നമില്ല. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ഏതെങ്കിലും ഒരു വീഡിയോക്കെതിരായിട്ട് നമുക്ക് യൂട്യൂബിന് റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്താൽ എന്താണ് യൂട്യൂബ് ചെയ്യുന്നത് എന്ന് ഞാൻ യൂട്യൂബുമായി നേരിട്ട് ഈ വിഷയം അന്ന് ചാറ്റ് ചെയ്തു. ഞാൻ അന്ന് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും യൂട്യൂബിൽ നേരിട്ട് ചാറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരെനിക്ക് കൃത്യമായിട്ട് അതിനുള്ള മറുപടി തന്നു. അഥവാ ഒരു വീഡിയോക്ക് ഒരൊറ്റ റിപ്പോർട്ട് വന്നാൽ തന്നെ മതി, മാനുവലായിട്ട് യൂട്യൂബ് അത് പരിശോധിക്കും. ആ വീഡിയോ മുഴുവനും ആദ്യം മുതൽ അവസാനം വരെ ആ വീഡിയോ യൂട്യൂബ് മാനുവലായിട്ട് യൂട്യൂബിൽ ജോലി ചെയ്യുന്ന ആളുകൾ അത് കുത്തിയിരുന്ന് കാണും.
സാധാരണ യൂട്യൂബിന്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും ഒരു പ്രത്യേക അൽഗോരിതത്തിലൂടെ അങ്ങനെ പ്രവർത്തിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പ്രത്യേക സെറ്റിംഗ്സ് ചെയ്ത് വെച്ചിട്ട് അതുവഴി അങ്ങനെ പ്രവർത്തിച്ചു പോകുകയാണെങ്കിൽ ഈ റിപ്പോർട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ വീഡിയോ അവർ മാനുവലായിട്ട് പരിശോധിക്കും. യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വയലേഷൻ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു രംഗം ആ വീഡിയോക്കകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു സെക്കൻഡ് സമയത്തേക്കാണെങ്കിൽ പോലും യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് ആക്ഷൻ ഉണ്ടാകും. യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് ഒരുപാട് നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ആ വീഡിയോക്കകത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂട്യൂബ് ആ വീഡിയോ ചാനൽ തന്നെ ടെർമിനേറ്റ് ചെയ്ത് കളയും, ചാനൽ ഡിലീറ്റ് ആവും. നേരെ മറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ വീഡിയോ അവർ പരിശോധിച്ചു, നിരന്തരമായിട്ട് പരിശോധിച്ചു, അതിന് യാതൊരു തകരാറുമില്ല. ഈ പറയപ്പെട്ട നിയമങ്ങൾക്കെതിരായിട്ട് അതിലൊന്നുമില്ല. അതിലൊരാൾ ഇങ്ങനെ സ്ക്രീൻ നോക്കി സംസാരിക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൽ മറ്റു രംഗങ്ങളൊന്നുമില്ല. അഥവാ എന്തൊക്കെയാണ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് എന്ന് പറയുന്നത് കുറച്ച് ഞാൻ പറഞ്ഞുതരാം. കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയം, കുട്ടികളെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ തന്നെ നഗ്നത പ്രദർശിപ്പിക്കുക, ചെറിയ മക്കളുടെ അല്ലെങ്കിൽ ചെറിയ മക്കളെ അടിക്കുക, അവരെ ഉപദ്രവിക്കുന്നൊക്കെ വീഡിയോകൾ യൂട്യൂബ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ആ വിഷയത്തിൽ. ഒരു പ്രത്യേക ഒരു റൂള് തന്നെ യൂട്യൂബിനുണ്ട്. കുട്ടികളുമായി ബന്ധപ്പെട്ട എന്ത് വീഡിയോ ചെയ്യുകയാണെങ്കിലും അതിന് പ്രത്യേക നിയമങ്ങളുണ്ട്. അപ്പൊ ഇതുപോലെയുള്ള ആ വീഡിയോസിൽ ഇത്തരം രംഗങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ആക്ഷൻ എടുക്കും. നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതിൽ ചൈൽഡ് അബ്യൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രത്യേക ഓപ്ഷൻ ഉണ്ടാവും റിപ്പോർട്ട് ചെയ്യുന്നത്, അത് നമുക്ക് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോക്കകത്ത് മൃഗങ്ങളെ അറുക്കുന്ന രംഗങ്ങൾ അതിലുണ്ടെങ്കിൽ അതും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വയലേഷൻ ചെയ്യുന്നതിന് ഭാഗമാണ്. പിന്നെ അതുപോലെ സെക്ഷൽ കണ്ടന്റ്, പിന്നെ അതുപോലെ തന്നെ ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ വീഡിയോക്കകത്തിന് രണ്ടുപേര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുന്ന രംഗങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരം വീഡിയോകൾക്കൊക്കെ എതിരായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ആ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വീഡിയോ യൂട്യൂബ് പരിശോധിക്കും. പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം അവരതിനെതിരെ ആക്ഷൻ എടുക്കും. അവർ പരിശോധിക്കുന്ന സമയത്ത് വീഡിയോക്കകത്ത് കാര്യമായിട്ട് ഒന്നുമില്ല, ഈ പറയപ്പെട്ട വയലേഷൻസ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ 1 അല്ല 100 അല്ല 1000 അല്ല 1,00,000 റിപ്പോർട്ട് ചെന്നിട്ടും ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ വീഡിയോ എന്റെ മുമ്പത്തെ ചാനലിലെ മറ്റേ ചാനലിൽ ഉണ്ടായിരുന്ന 1 വർഷം മുമ്പ് റിപ്പോർട്ട് ചെയ്തു ഒരുപാട് ആളുകൾ വിളിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ വീഡിയോക്ക് ധാരാളം റിപ്പോർട്ടുകൾ ചെന്നു. പക്ഷെ ആ വീഡിയോ ഇന്നും എൻ്റെ ആ ചാനലിൽ കിടക്കുന്നുണ്ട്. ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, ചാനലിലും ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. ഒന്നും ഞാൻ എനിക്ക് വിളിക്കുന്നവരോടൊക്കെ പറഞ്ഞതാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോളൂ എന്ന്. പക്ഷെ എന്താ സംഭവിക്കുന്നത്, ഇങ്ങനെ റിപ്പോർട്ട് ഒരു വീഡിയോക്ക് യൂട്യൂബിന്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവര് അത് നന്നായി പരിശോധിച്ചിട്ട് അതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും, കൂടുതൽ ആളുകളിലേക്ക് എത്തും. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ യൂട്യൂബിന്റെ ഭാഗത്ത് നിന്ന് ആ വീഡിയോക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക. അഥവാ നമ്മൾ യൂട്യൂബിൽ നിന്ന് എടുത്തു പോകണം, അല്ലെങ്കിൽ കൂടുതൽ ആളുകളിൽ എത്താൻ പാടില്ല എന്നൊക്കെ ഉദ്ദേശത്തോടു കൂടിയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ പോലും യൂട്യൂബ് പരിശോധിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് വൈറലാകുകയും റീച്ച് കിട്ടുകയും കൂടുതൽ ആളുകളിലേക്ക് അത് എത്തുകയും ആണ് ചെയ്യുന്നത്. നമ്മളവിടെ ഒരു നെഗറ്റീവാണ് പ്രതീക്ഷിച്ചതെങ്കിൽ യൂട്യൂബ് ഈ ചെയ്ത ആളുടെ യാതൊരുവിധ ഒരു ഇതില്ലാതെ റിസ്ക്കും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ആ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യൂട്യൂബ് അങ്ങനെ ഒരാളുടെ വീഡിയോ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ഡിലീറ്റ് ചെയ്യുകയോ ചാനലിന് അതിന് നടപടി എടുക്കുകയോ ചെയ്യൂല. അതുപോലെ നന്നായിട്ട് അവർ പരിശോധിച്ച ശേഷം മാത്രമാണ് ചാനലിനെ ടെർമിനേറ്റ് ചെയ്യുക, ചാനൽ ഡിലീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള വലിയ വലിയ നടപടികളിലേക്ക് യൂട്യൂബ് പോകുള്ളൂ. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അതിലൊരു സെക്കൻഡ് ആണെങ്കിൽ പോലും യൂട്യൂബ് അതിനെതിരെ നടപടി എടുക്കും, ആക്ഷൻ എടുക്കും. ഇല്ലാത്ത വീഡിയോകൾക്ക് എത്ര റിപ്പോർട്ട് ചെന്നിട്ടും ഒരു കാര്യമില്ല. അങ്ങനെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഒരു വീഡിയോക്ക് കുറച്ച് റിപ്പോർട്ട് ചെന്ന് കഴിഞ്ഞാൽ ചാനൽ കൂട്ടും, ആ വീഡിയോ ഡിലീറ്റ് ആക്കും എന്നൊക്കെ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. യൂട്യൂബ് നന്നായിട്ട് പരിശോധിച്ച ശേഷം മാത്രമാണ് അത്തരം വീഡിയോകൾക്കെതിരെ അല്ലെങ്കിൽ അത്തരം ചാനലുകൾക്കെതിരെ യൂട്യൂബ് ആക്ഷൻ എടുക്കുകയുള്ളൂ.